അടുത്ത നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം. അപ്പം ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്ക് ആണെങ്കിൽ ഈ 2 ലോ മാത്രം ഡയറക്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ കൂടി എഴുതേണ്ടി വരും. അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഫാരഡേസ് ഫസ്റ്റ് ലോ, whenever the magnetic flux links with a coil or circuit changes, an EMF is induced in it. Or whenever a conductor cuts the magnetic flux, an EMF is induced in the conductor. അതായത് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഇതിൽ n നമ്പർ ഓഫ് ടേൺസിൽ ഒരു കോയിൽ ഉണ്ട്. അപ്പോൾ ഈ കോയിലിന്റെ രണ്ട് എൻഡ് നമ്മൾ ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ഇത് ഒരു ബാർ മാഗ്നറ്റ് നമുക്കറിയാം. മാഗ്നറ്റിന് എന്തുണ്ടാവും? ഒരു നോർത്ത് പോളും അതേപോലെ തന്നെ ഒരു സൗത്ത് പോളും ഉണ്ടാവും. പിന്നെ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സാധാരണ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിന് എന്ത് ചെയ്യുന്നു? ഈ കോയിലിന്റെ സൈഡേക്ക് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചു അല്ലെങ്കിൽ ഈ സൈഡേക്ക് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. ആ സമയത്ത് ഈ കോയിലിൽ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. whenever a conductor cuts the magnetic flux, an EMF is induced in the conductor. അപ്പോൾ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഒരു ബാർ മാഗ്നറ്റിനെ കോയിലിന്റെ സൈഡേക്ക് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഈ രീതിയിലാണ്. ഇനി തിരിച്ച് ബാക്ക്വേർഡ് ആണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഈ രീതിയിലായിരിക്കും. അതായത് ഈ ബാർ മാഗ്നറ്റിന്റെ മോഷൻ വഴി എന്തുണ്ടാവുന്നുണ്ട്? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഈ സർക്യൂട്ടിലേക്ക് കൂടി ഉണ്ട് എന്ന് പറയാം. A bar magnet is placed close to a coil whose terminals are connected to a sensitive galvanometer G. By moving a magnet towards or away from the coil, there is a momentary deflection in the galvanometer. The deflection of galvanometer indicates the production of EMF in the coil. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് whenever a conductor cuts the magnetic flux, an EMF is induced in the conductor. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെരിമെന്റിൽ ഈ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഫാരഡേസ് സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, the magnitude of the induced EMF is equal to the rate of change of flux linkages. The magnitude of the induced EMF is equal to the rate of change of flux linkages. That is E is equal to minus n d phi by dt. അതായത് നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു എന്താ? ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അതിൽ ആ കണ്ടക്ടറിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. E is equal to minus n d phi by dt. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ E എന്ന് വെച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF, n മീൻസ് number of turns in the coil, phi flux, d phi by dt means rate of change of flux. E induced EMF, n number of turns of the coil, phi flux in Weber. Flux in the unit Weber. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഇക്വേഷൻ എങ്ങനെയാ കിട്ടുന്നത് നമുക്ക് ഡെറിവേഷൻ നോക്കാം. കൺസിഡർ ദി മാഗ്നറ്റ് അപ്രോച്ചിങ് ടുവേർഡ്സ് ദി കോയിൽ. കൺസിഡർ ടു ടൈം ഇൻസ്റ്റൻസസ് T1 ആൻഡ് T2. നമ്മൾ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്ന ടൈം ഇൻസ്റ്റന്റ്, രണ്ട് ടൈം ഇൻസ്റ്റന്റ് കൺസിഡർ ചെയ്യുന്നത് T1 ആൻഡ് T2. അപ്പോൾ T1 മീൻസ് ഇനീഷ്യൽ ടൈം ആയിരിക്കും, T2 ഫൈനൽ ടൈം. ആ സമയത്ത് രണ്ട് T1 ടൈമിലും T2 ടൈമിലും ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ദി കോയിൽ അറ്റ് ദി ടൈം T1, ദാറ്റ് ഈസ് ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് ഈസ് ഈക്വൽ ടു n∅1. n മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കോയിൽ, ∅1 ആ ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് ∅1 ആയിട്ട് നമ്മൾ T1 ടൈം ഇൻസ്റ്റന്റിലെ ഫ്ലക്സ് ലിങ്കേജ് ∅1 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ദി കോയിൽ അറ്റ് ദ ടൈം T2 ഈസ് ദി ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ്, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു ∅2. n നമ്പർ ഓഫ് ടേൺസ്, ∅2 മീൻസ് ഫ്ലക്സ് ലിങ്കേജ് അറ്റ് എ ടൈം T2. ഇനി നമ്മൾ എന്ത് കാണും? അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജുമായി ഫൈനൽ ഫ്ലക്സ് ലിങ്കേജുമായി ഇനി എന്ത് കാണാം? ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ്, ദാറ്റ് മീൻസ് ഫൈനൽ ഫ്ലക്സ്
ലിങ്കേജ് മൈനസ് ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജ്, ദാറ്റ് ഈസ് n∅2 മൈനസ് n∅1. ഇതിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് ആണ്. ആകെ വാരി ചെയ്യുന്നത് എന്താ, ∅1 ∅2. ഫ്ലക്സ് ലിങ്കേജ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ T1 ടൈമിൽ ഒരു ഫ്ലക്സ് ∅1 ഉം T2 ടൈമിൽ ഒരു ഫ്ലക്സ് ∅2. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് n ഇൻറ്റു ∅2 മൈനസ് ∅1. അപ്പൊ നമ്മൾ ഈ ∅2 മൈനസ് ∅1 n ഒരു 5 മാത്രം ഡിനോട്ട് ചെയ്തു. ∅2 മൈനസ് ∅1 ദാറ്റ് ഇസ് 5. നമ്മൾ ∅2 മൈനസ് ∅1 5 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് എന്ത് എഴുതാം, n∅ വെബർ ടേൺസ്. അക്കോർഡിംഗ് ടു Faraday's second law, induced EMF E is equal to rate of change of flux linkage n∅/t. അപ്പോൾ നമ്മൾ ഇതിന് ഡിഫറൻസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF E is equal to n∅/dt വോൾട്ട്. അത്രയും വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, d∅/dt മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇൻഡ്യൂസ്ഡ് EMF E is equal to n∅/dt വോൾട്ട്. അത്രയും വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോ എഴുതുന്ന സമയത്ത് ഇത് മാത്രമല്ല എഴുതുക, ഇതിന് മുമ്പിൽ ഒരു നെഗറ്റീവ് സൈൻ കൂടി എഴുതലുണ്ട്. അതായത് നമ്മൾ ലെൻസസ് ലോ കൂടി കൺസിഡർ ചെയ്യും. ലെൻസസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E is equal to മൈനസ് n∅/dt. ലെൻസസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഇൻഡ്യൂസ്ഡ് EMF opposes ദി കോസ് വിച്ച് ഈസ് പ്രൊഡ്യൂസസ് ഇറ്റ്. അതായത് ഇൻഡ്യൂസ്ഡ് EMF അതിന് കാരണമാവുന്ന എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ലെൻസസ് ലോ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒപ്പോസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡ്യൂസ്ഡ് EMFന് മുമ്പിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഇത് ലെൻസസ് ലോ, അതാണ് ലെൻസസ് ലോ. അപ്പോൾ എന്താ ലെൻസസ് ലോ ഡെഫിനിഷൻ നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് induced EMF is always such as to oppose the change in magnetic field or circuit that produces it. അതായത് EMF ഇൻഡ്യൂസ് ചെയ്യാൻ എന്താണോ കാരണമാവുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അത് ആ ഒപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോ എഴുതുന്ന സമയത്ത് E is equal to മൈനസ് n∅/dt എന്ന് എഴുതുന്നത്.